അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ദുആ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വൽ അജ്സി വൽ കസ്ലി വൽ ജുബ്നി വൽ ബുഖ്ലി വലഅഇ ദഅനി വലബത്തിൽ റിജാലി. ദിവസവും 3 പ്രാവശ്യം ഇങ്ങനെ ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വൽ അജ്സി വൽ കസ്ലി വൽ ജുബ്നി വൽ ബുഖ്ലി വലഅഇ ദഅനി വലബത്തിൽ റിജാലി. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ദുആയുടെ അർത്ഥം: അല്ലാഹുവേ, ദുഃഖത്തിൽ നിന്നും, വ്യസനത്തിൽ നിന്നും, ദൗർബല്യത്തിൽ നിന്നും, അലസതയിൽ നിന്നും, ഭീരുത്വത്തിൽ നിന്നും, പിശുക്കിൽ നിന്നും, കടഭാരത്തിൽ നിന്നും, കടക്കാരുടെ സമ്മർദ്ദത്തിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. കടബാധ്യത ഉള്ള എല്ലാവരും ഈ ദുആ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. എന്തായാലും കടം തീർക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം അല്ലാഹു കാണിക്കാതിരിക്കില്ല. കടബാധ്യതകളും പ്രയാസങ്ങളും തീർത്തുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ നിലനിർത്താനുള്ള ദുആയാണ് അടുത്തത് പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഇ നിഅമതിക വ ജമീഇ സഹാതിക. ഒന്നും കൂടി ചൊല്ലാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഇ നിഅമതിക വ ജമീഇ സഹാതിക. അനുഗ്രഹങ്ങൾ കിട്ടുവാനും അനുഗ്രഹങ്ങൾ നിലനിർത്തുവാനുമുള്ള ദുആയാണിത്. നമുക്ക് അർത്ഥം നോക്കാം. അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്നും, നീ തന്ന സൗഖ്യം ഇല്ലാതായി പോകുന്നതിൽ നിന്നും, പെട്ടെന്നുള്ള ശിക്ഷയിൽ നിന്നും, നിൻ്റെ എല്ലാവിധ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു. പലപ്പോഴായിട്ട് അനുഗ്രഹങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് അത് നഷ്ടപ്പെടാനുള്ള ചാൻസും കൂടിയവരാണ് നാം, അല്ലേ? അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ അത് മറക്കാതെ തന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ അല്ലാഹുവിനെ ഓർക്കേണ്ടതാണ്, തേടേണ്ടതാണ്. ഇൻഷാ അല്ലാ എല്ലാവരുടെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും അല്ലാഹു അകറ്റട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്.